പി.വി. അൻവർ യു.ഡി.എഫിലേക്ക് വരുമോ? ഇത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇടതുമുന്നണിയുമായി ഇടഞ്ഞ് CPM-മായി ഇടഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പി ശശിയെയും പരസ്യമായി അധിക്ഷേപിച്ച് സർക്കാരിനെ വെല്ലുവിളിച്ച് ഇടതുമുന്നണി ബാന്ധവം ഉപേക്ഷിച്ച് പുറത്തു വന്ന് സ്വതന്ത്രനായി നിന്ന് പോരാടുന്ന ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന പി.വി. അൻവർ ഇപ്പോൾ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചടക്കുകയും ചെയ്തു. ഒരു ദിവസമാണെങ്കിലും അദ്ദേഹം ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങി വന്നപ്പോൾ ഇനി യാത്ര UDF-നൊപ്പമാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം സാദിഖ് അലി ശിഹാബ് തങ്ങളെയും പി.വി. അൻവർ പോയി കണ്ടിരുന്നു. ഇനി എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ വശം? പി.വി. അൻവറിന് UDF മുന്നണിയിലേക്ക് പ്രവേശനം ലഭിക്കുമോ? തൽക്കാലം UDF മുന്നണിയിലേക്ക് പ്രവേശനം ലഭിക്കുക സാധ്യമല്ല. മറ്റൊന്നും കൊണ്ടല്ല, പി.വി. അൻവർ പി.വി. അൻവറുടെ സംഘടന DMK ഒരു രാഷ്ട്രീയ കക്ഷിയല്ല. അത് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ കേരളത്തിലെ പതിപ്പുമല്ല. ഇത് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള, കേരളത്തിലെ ജനാധിപത്യ മുന്നേറ്റ സംഘം, അതാണ് DMK എന്നതുകൊണ്ട് പി.വി. അൻവർ ഉദ്ദേശിക്കുന്നത്. അതൊരു സംഘടന മാത്രമായതുകൊണ്ട് ആ സംഘടനയെ UDF-ൽ ഉൾപ്പെടുത്തുക അസാധ്യമാണ്. ഇനി പി.വി. അൻവറിന് UDF-ൽ ചേരാം. അതെങ്ങനെയാണ്? ഘടകകക്ഷികളിൽ ഏതെങ്കിലും ഒന്നിൽ അംഗത്വം എടുക്കുക. മുസ്ലിം ലീഗിലോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലോ RSPയിലോ ഷിബു ബേബിജിൻ്റെ കൂടെ പാർട്ടിയിലോ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ ഘടകകക്ഷി UDF-ലേക്ക് വളരെ ഈസി ആയിട്ട് കയറാം. പക്ഷേ പി.വി. അൻവറിൻ്റെ സ്വഭാവം വെച്ചിട്ട് പി.വി. അൻവർ പിണറായി വിജയൻ ഇത്രയധികം ലാളിച്ച ഒരു സ്വതന്ത്ര MLA വേറെ കാണില്ല. പിണറായി വിജയനെയും അതുപോലെ തന്നെയാണ് പി.വി. അൻവർ പുകഴ്ത്തിപ്പാടിയിരുന്നത്. പിണറായി വിജയനൊപ്പം നിന്നപ്പോൾ പി.വി. അൻവർ കോൺഗ്രസിനെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ചിരുന്നു, രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചിരുന്നു. അതുപോലെ തന്നെ പാർട്ടി വിട്ടുപുറത്ത്, അതായത് ഇടതുമുന്നണി വിട്ടു പുറത്തു വന്ന ശേഷം DMK രൂപീകരിച്ചിട്ട് ചേലക്കര ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് പി.വി. അൻവർ. ഇത് കോൺഗ്രസ് നേതൃത്വം മറക്കുന്നില്ല. VD സതീശൻ കുറേ നല്ല വാക്കുകൾ, ഈ അടഞ്ഞ അധ്യായമാണ്, രാഷ്ട്രീയത്തിൽ ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നുവെങ്കിലും VD സതീശനും പി.വി. അൻവറിനോട് അത്ര ഒരു മമതയില്ല. കാരണം VD സതീശൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെയാണ് പി.വി. അൻവർ ചേലക്കരയിൽ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് VD സതീശന് അത്ര ഒരു ഇഷ്ടം പി.വി. അൻവറിനോടില്ല. പിന്നെ MM ഹസനും K മുരളീധരനും K സുധാകരനും KC വേണുഗോപാലും ചെന്നിത്തലയുമൊക്കെ അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പി.വി. അൻവറിനെ എടുക്കുന്നതിനോട് എതിർപ്പില്ല. അതായത് വാതിൽ അടച്ചിട്ടുമില്ല, തുറന്നിട്ടുമില്ല, അതാണ് അവസ്ഥ. എടുക്കുന്ന എതിർപ്പില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം ഇങ്ങനെ പോയാൽ അത് ഭാവിയിൽ മുന്നണിക്ക് തലവേദനയാകും എന്നൊരു പേടി കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ശിഹാബ് തങ്ങളെ കണ്ട് കാല് പിടിച്ച് പറഞ്ഞു, എനിക്ക് UDF-ലേക്ക് വരണം, UDF-മായി എനിക്ക് ബാന്ധവം വേണം, അല്ലെങ്കിൽ നിലമ്പൂരിൽ 8 നിലയിൽ പൊട്ടും എന്നൊക്കെ പറഞ്ഞു നോക്കിയപ്പോഴും സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ സമവാക്യം ഇതാണ്: നിങ്ങളുടെ DMK വെറും ഒരു സംഘടനയാണ്, ആ സംഘടനയെ മുന്നണിയിൽ ഉൾപ്പെടുത്തുക അസാധ്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അംഗീകരിക്കുകയില്ല മുന്നണിയിൽ ഒരു സംഘടന ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, കോൺഗ്രസ്സിലോ ലീഗിലോ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗത്വം എടുത്ത് മുന്നണിയിലേക്ക് വരൂ. പക്ഷേ പാർട്ടിയിൽ ലീഗിൽ അംഗത്വം കിട്ടണമെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ വേണം, സമ്മതം വേണമെങ്കിലേ നിങ്ങളെ മുസ്ലിം ലീഗിലും എടുക്കാൻ കഴിയുകയുള്ളൂ. അതുമാത്രമല്ല, മുസ്ലിം ലീഗിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ മലപ്പുറത്ത് നിലമ്പൂരിലുള്ള സമവാക്യങ്ങൾ, രാഷ്ട്രീയ സമവാക്യങ്ങൾ തെറ്റുകയും ചെയ്യും. കോൺഗ്രസിനും അതുതന്നെയാണ് ഒരു തലവേദനയായിരിക്കുന്നത്. അതുകൊണ്ട് സതീശൻ ഓമന വാക്കുകളൊക്കെ പറഞ്ഞ് പി.വി. അൻവറിനെ സമാശ്വസിപ്പിക്കുന്നെങ്കിലും ചെക്ക് വച്ചിരിക്കുന്നത് സതീശൻ തന്നെയാണ്. കാരണം സതീശൻ പച്ചക്കൊടി കാണിച്ചാലേ, സതീശൻ S മൂളിയിൽ മാത്രമേ മറ്റുള്ള ആളുകളും ഈ പി.വി. അൻവറിൻ്റെ സഹവർത്തിത്വം അല്ലെങ്കിൽ സഹകരണം തുറന്ന് പറയുകയുള്ളൂ എന്നതാണ് വ്യക്തം. Okay? Everything is possible here. കാരണം എല്ലാ മിനിറ്റിലും ലോകം ഡിജിറ്റലി വളരുകയാണ്. Hello, DQ. Thank you. GPS shows that you're heading home. Shall I turn on the air conditioner? Yes, please. ഫ്യൂച്ചർ ഇതാണ്. ഇവിടെയെല്ലാം ടെക്നോളജി നമുക്കായി പ്രവർത്തിക്കും. നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കാര്യങ്ങളിൽ വരെ ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. അതിനായി നാം ഡിജിറ്റലി അപ്ഡേറ്റഡ് ആകണം. I'm back. Welcome home. നമ്മൾ ഡിജിറ്റലി അപ്ഡേറ്റഡ് ആകുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് more easy and simple ആവും. The jacuzzi temperature is now set for your bath. Thank you. You have an email notification. Hold on. അതുകൊണ്ട് തന്നെ ഗാഡ്ജറ്റ്സ് ആയാലും ഹോം അപ്ലയൻസസ് ആയാലും ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ go with the experts. Oxygen, the digital expert.